ഹായ് ഹലോ എക്യു പ്ലാന്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് വള്ളിച്ചെടിയുടെ സെയിലുമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ വള്ളിച്ചെടികളും പൂ തരുന്ന വള്ളിച്ചെടികളാണ്. ഇതിൻ്റെ അകത്ത് അപ്പോൾ ഏതെങ്കിലും വേണമെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. മെസ്സേജ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേപ്പ് ഐവി അല്ലെങ്കിൽ ജർമ്മൻ ഐവി എന്ന പേരുള്ള ഒരു വള്ളിച്ചെടിയാണ്. ഈ ഒരു വള്ളിച്ചെടി എന്ന് പറയുന്നത് നല്ല മഞ്ഞ പൂ തരുന്ന ഒരു വള്ളിച്ചെടിയാണ് ഈ ഒരു കേപ്പ് ഐവി എന്ന് പറയുന്നത്. അതിനൊന്നും ഞാൻ കാണിക്കുന്ന മിക്ക വള്ളിച്ചെടികൾക്കൊന്നും വലിയ വെള്ളത്തിൻ്റെ ആവശ്യമായിട്ടൊന്നും വരുന്നുമില്ല. അതുമല്ല, അത്യാവശ്യം സൺലൈറ്റും കിട്ടിയാലും മതി. വലിയ കെയർ കൊടുക്കേണ്ടാത്ത പ്ലാന്റ്സുകളാണ് ഈ ഒരു വള്ളിച്ചെടികളൊക്കെ. ഈ ഒരു കേപ്പ് ഐവി ഒരു വർഷം വെച്ച് റീപോർട്ട് ചെയ്താൽ മതി. അങ്ങനെ റീപോർട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് വളരാനും പൂ തരാനും ഒക്കെ തുടങ്ങും. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്ലാന്റിന് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാനും കഴിയും. അപ്പോൾ ഈ പ്ലാന്റ് വേണമെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അടുത്തത് ഞാൻ കാണിക്കുന്ന മണിമുല്ല എന്ന് പറഞ്ഞ പ്ലാന്റാണ്. അത് നമ്മൾ എവിടെ വെച്ചാലും അവിടെ നല്ലൊരു ഗാർഡനായിട്ട് മാറ്റുന്ന ഒരു പ്രത്യേകതരം ഒരു പ്ലാന്റാണ് ഈ മണിമുല്ല എന്ന് പറയുന്നത്. അതിനുമല്ല, അത് നിറച്ചും വെള്ളപ്പൂവായിട്ട് കാണാൻ നല്ല രസമാണത്. നമുക്ക് എവിടെ വേണേലും വെയിലുള്ളിടത്ത് വെക്കണം. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നതാണ് അതിന് നല്ലത്. അതുപോലെ അതിന് അത്യാവശ്യം വെള്ളം മതി. ഒരു ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഒഴിച്ചാൽ മതി. അതിന് പിന്നെ പൂക്കാൻ വേണ്ടി പഴത്തിൻ്റെ തൊലിയൊക്കെ അതിന് ഇട്ട് കൊടുത്താൽ മതി. അത് മാസത്തിൽ വല്ലതും ഇട്ടാൽ അത് നന്നായിട്ട് പൂക്കുകയൊക്കെ ചെയ്യും. അടുത്തത് ഞാൻ കാണിക്കുന്നത് ലെമൺ വൈൻ എന്നുള്ള പ്ലാന്റാണ്. ഇതിന് ബർബഡോ ഗൂസ്ബെറി എന്നും പേരുണ്ട്. അപ്പോൾ ഇത് കാക്ടസിൻ്റെ ഫാമിലിയാണ്. അതുകൊണ്ട് അതിന് ധാരാളം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റുമാണ് ഈ ഒരു ലെമൺ വൈൻ എന്ന് പറയുന്നത്. അതുമല്ല, ഇതിൻ്റെ ഇലയും കായും നമുക്ക് തിന്നാൻ പറ്റുന്നതാണ്. ഇലയിൽ ധാരാളം പ്രോട്ടീനും അയണും കാൽസ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ള ഇലയാണ് ഇതിനുള്ളത്. പിന്നെ അതിൻ്റെ ഫ്രൂട്ടെന്നും പറയുന്നത് നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ആ ലെമൺ വൈൻ എന്ന് പറയുന്നത്. അത് ബോഡി ഹൈഡ്രേറ്റ് ആകാനും വൈറ്റമിൻ സിയിലൊക്കെ റിച്ച് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ ഒരു ലെമൺ വൈൻ എന്ന് പറയുന്നത്. അതുമല്ല, ഇതിൻ്റെ ഫ്രൂട്ട് നമുക്ക് ഷുഗറിട്ട് ജാം ആക്കാനൊക്കെ കഴിയും. അതുമല്ല, പെർഫ്യൂംസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ലെമൺ വൈന്. അടുത്ത ഞാൻ കാണിക്കുന്നത് പൂ തരുന്ന പ്ലാന്റ് ഒന്നുമല്ല, പക്ഷേ ഇത് നല്ല ഒരു ക്രീപ്പിംഗ് പ്ലാന്റാണ്. ഈ പൈപ്പർ ഒർണാട്ടും എന്ന് പറയുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇത് നമുക്ക് വലിയതായിട്ട് കെയർ കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലാത്ത നല്ല പ്ലാന്റാണ്. ഈസിയാണ് ഇതിനെ വളർത്താൻ എന്നുള്ളത്. അതിന് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല, കുറച്ച് വെള്ളവും മതി. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കെയർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഇത്. അടുത്ത ഞാൻ കാണിക്കുന്ന സൈപ്രസ് വൈൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഇത് സാധാരണ ഈ ക്രിസ്മസിൻ്റെ ടൈപ്പ് പ്ലാന്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ആ ക്രിസ്മസിൻ്റെ ഒരു സെറ്റ് പോലെ അത് നല്ല രസമാണ്. പച്ച ഇലയ്ക്കകത്ത് ചുമല പൂ വരുന്ന കാണാൻ നല്ല രസമായിട്ടുള്ളതാണ് ഈ ഒരു സൈപ്രസ് വൈൻ എന്ന് പറയുന്നത്. അതിന് അത്യാവശ്യം നല്ല ചൂടായിട്ടുള്ളൊരു ക്ലൈമറ്റ് മതി. അത് നന്നായിട്ട് വളരും. അതുമല്ല, അതിന് ചില സീസണിലൊക്കെ അതിനെ അടുപ്പിച്ച് ധാരാളം പൂക്കളാണ് ഒറ്റയടിക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അടുത്തതായിട്ട് കാണിക്കുന്നത് ഞാൻ കാറ്റ്ലവ് പ്ലാന്റിനെയാണ് കാണിക്കുന്നത്. ഇതിൽ അടുപ്പിച്ച് പൂവുണ്ടാകുന്ന പ്ലാന്റാണ്. പിന്നെ ഇതിനെ കാണാൻ നല്ല രസമാണ്. ബൊക്കെയായിട്ടാണ് ഇതിൻ്റെ പൂവൊക്കെ വളരുന്നത്. അടുത്തതായിട്ട് കാണിക്കുന്നത് വേറൊരു അറേബ്യൻ ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇതും കാറ്റ്ലവിനെ പോലെ ധാരാളം പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്. ഇതെവിടെ കയറ്റി വിട്ടാലും നന്നായിട്ട് വളർന്ന് പൂവൊക്കെ തരുന്ന പ്ലാന്റ്സുകളാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ നിർത്തുവാണ്. ഇതിൻ്റെ അകത്ത് അപ്പോൾ ഞാൻ കാണിച്ച എല്ലാ പ്ലാന്റും വളരെ എളുപ്പത്തിൽ നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ നല്ല പൂക്കളും എല്ലാം തരുന്ന പ്ലാന്റ്സാണ് ഞാനിപ്പോൾ കാണിച്ച വള്ളിച്ചെടികൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും വേണമെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.